കഴിഞ്ഞ 10-15 വർഷ കാലയളവിനിടയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നഗരവൽക്കരണവും പരിസ്ഥിതിയുടെ പരിമിതി അറിയാതെയുള്ള വികസനങ്ങളും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളും മഴയെ ഒരു ദുരന്തമാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. 2018 പ്രളയത്തിനു ശേഷമാണ് മഴ മുന്നറിയിപ്പുകളെ ജനങ്ങൾ ഇത്രയേറെ ഗൗരവമായി കാണാൻ തുടങ്ങിയത്. 2024 വയനാട് ദുരന്തം കൂടെ എത്തിയത് കേരള സമൂഹത്തിന് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയാണ് മഴയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പുകളെ ജനങ്ങൾ കൂടുതൽ ആശങ്കയോടെ കാണുന്നത്. മാത്രമല്ല, മഴ മുന്നറിയിപ്പുകളെ സമൂഹ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കാനും തുടങ്ങി. അതിന്റെ അർത്ഥം മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണേണ്ട എന്നല്ല, തീർച്ചയായും ജാഗ്രതയുണ്ടാവണം. എന്നാൽ മുന്നറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ അവധി വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ കളക്ടറുടെ സമൂഹ മാധ്യമ പേജുകളിലേക്ക് എത്താറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മഴ കാരണമുള്ള അവധി പ്രഖ്യാപനങ്ങൾ വിലയിരുത്തേണ്ടത്. അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ SOPയിൽ പറയുന്നുണ്ട്. ഓറഞ്ച് അഥവാ യെല്ലോ അലർട്ട് നൽകുന്ന ദിവസങ്ങളിലും പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവധി നൽകാറുണ്ട്. മഴയുടെ അളവ്, മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട്, മരങ്ങൾ വീണുള്ള തടസ്സങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ തഹസീൽദാർമാരുടെ റിപ്പോർട്ടും അടുത്ത ദിവസത്തെ മഴ പ്രവചനവും ഇതിന്റെ മാനദണ്ഡമാകാറുണ്ട്. കുട്ടികളുടെ സുരക്ഷയാണ് അവധി നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുകയാണ് പ്രധാനം. എന്നാൽ ജില്ലയുടെ ഏതാനും മേഖലകളിൽ മാത്രം മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്താലും ജില്ല മുഴുവൻ അവധി വേണമെന്ന ആവശ്യങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. അതിനാൽ തന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം അവധിയെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന നിർദ്ദേശം പലരും ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെ വേനൽ അവധിക്ക് പകരം ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ അവധി നൽകുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതും ചർച്ചയാകുന്നുണ്ട്. ഈ ആശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിദ്യാഭ്യാസ വിദഗ്ധരടക്കം രംഗത്തെത്തുന്നുമുണ്ട്. കേരളത്തിലടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും വേനൽ അവധി തന്നെയാണ് സ്കൂളുകൾക്ക് നൽകുന്ന ദീർഘകാലാവധി. മഴദിനങ്ങളെക്കാൾ വേനൽക്കാലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഉയർന്ന താപനിലയും ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുമാണ് ഇതിന്റെ പ്രധാന കാരണം. രൂക്ഷമായ ജലക്ഷാമവും വേനൽ അവധിക്ക് കാരണമാണ്. അതേസമയം മഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമല്ല മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമൊക്കെ ഇന്ന് മഴനാശം വിതയ്ക്കുന്നുണ്ട്. അതിനാൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ 2 മാസത്തെ അവധി പോരെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇനിയും ഉയർന്നേക്കാവുന്ന സാഹചര്യത്തിൽ മഴ പെയ്താൽ തടസ്സപ്പെടുന്ന ജീവിത രീതിയിലല്ല കുട്ടികൾ വളരേണ്ടത് എന്ന് പലരും പറയുന്നു. അതിനായി ഒരു അധ്യയന ദിവസവും നഷ്ടപ്പെടാത്ത പഠനാന്തരീക്ഷം കൃത്യമായി ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരുൾപ്പെടെ പറയുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസുകളിലൂടെ അധ്യയനം നടത്തിയതുപോലുള്ള സംവിധാനങ്ങൾ നിലവിൽ വരണമെന്നാണ് പ്രശ്നപരിഹാരമായി ഉയർന്നുവരുന്ന കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.